ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇരിട്ടിയിലേക്ക് പോക്കാണ്. അടുത്ത വിശേഷങ്ങൾ കാണാം. ഞാൻ ഇരിട്ടിയിലേക്ക് പോക്കായി. അതുപോലെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് ടാപ്പിങ്ങിന് പോയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇത് മഴക്കോട്ട് എടുക്കാൻ വിട്ടുപോയി. പാലെടുക്കാൻ പോകുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര മഴയും പെയ്ത് ആകെ നനഞ്ഞ് തണുത്ത് വിറച്ച് പോയിന്. പിന്നെ എന്തോ പാലിൽ വെള്ളം കയറാണ്ട് കിട്ടീനി. പാല് പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിട്ടിയിലേക്ക് കടയിലെത്തി സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളു. അതുകൊണ്ട് കുറച്ച് ഊഞ്ഞാലിലാടി. അപ്പോഴേക്കും അവർ വരും. പിന്നെ അവിടുന്ന് സാധനം കയറ്റി ഞാൻ വീട്ടിലെത്തി. സാധനം റൂമിലെല്ലാം കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അവർ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായ വെക്കുന്നുണ്ട്. അന്നേരം സെറ്റ് ചെയ്ത ബെഞ്ച് ഇതൊക്കെ ഫോട്ടോ എല്ലാം എടുത്തു. അതിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വലിയ പൈനാപ്പിൾ തോട്ടമുണ്ട്. പൈനാപ്പിൾ തോട്ടം നോക്കി ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചു. പൈനാപ്പിൾ തോട്ടം കാണുമ്പോൾ ഒരു പൈനാപ്പിൾ പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വലിയ തോട്ടമായതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല. വലിയ പ്രശ്നമാണ് തോട്ടത്തിൽ കയറി പൊട്ടിച്ചാൽ. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു കടയിലേക്ക് തന്നെ തിരിച്ചു. ഇന്ന് കുറച്ച് കൂടുതൽ ഓട്ടമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര തിരക്കാണ്. ഇന്ന് ഒരുപാട് ഓടാനുണ്ടായിരുന്നു. ആദ്യമേ പറഞ്ഞിന്. അതുകൊണ്ട് തന്നെ കയറുന്നില്ല. നേരെ കടയിലേക്ക് പോയി 2-3 ഓട്ടമെല്ലാം ഓടി. പിന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്ക് ബസ്കൽ തുടങ്ങിയിന്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതല്ല. അതുകൊണ്ട് ബസ്പ് തുടങ്ങി. ഒരു ഹോട്ടൽ നോക്കിക്കൊണ്ടായിട്ടുള്ള യാത്രയായി. പിന്നെ അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം നമ്മളെ പരിചയത്തിലുള്ളൊരു സന്തോഷേട്ടൻ്റെ തട്ടുകടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ സന്ധ്യക്ക് കയറി. അവിടെ പോയി നോക്കുമ്പോൾ ആട്ടപ്പൊറോട്ട കിട്ടിയിട്ടില്ല. അങ്ങനെ മൈദ പൊറോട്ട തന്നെ കഴിച്ച്. പിന്നെ കറി ചിക്കനാണ് മേടിച്ചത്. നല്ല അടിപൊളി കറിയാണ്. ഇവിടുത്തെ നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ അനേക്ക് മാങ്ങ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. അനേക്ക് രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നോക്കി വെക്കും. അതുകൊണ്ട് മാങ്ങയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മാങ്ങ അതേ നല്ലൊന്നല്ല കടയിൽ നിന്ന് മേടിക്കുന്നത്. എന്നാലും കൊണ്ട് കൊടുക്കലുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ നാട്ടിൽ നിന്നും അങ്ങനെ മാങ്ങ കിട്ടുന്നില്ലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ അപ്പുറം ഇപ്പുറം പറമ്പത്തെല്ലാം പോയിട്ട് മാങ്ങ പൊറുക്കി ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മാങ്ങ മേടിച്ച് പിന്നെ കുറച്ച് ചെറിയൊരു സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി ആ ചെറിയൊരു സാധനം കൂടി മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. വീട്ടിലേക്ക് പോയി അനേക്ക് മാങ്ങയെല്ലാം കൊടുത്ത് അനേക്ക് മാങ്ങ കിട്ടുമ്പോഴും അനേക്ക് മാങ്ങ എണ്ണൽ പരിപാടി തുടങ്ങിയിന്. അങ്ങനെ മാങ്ങ കിട്ടുകൊണ്ട് അനേക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഹാപ്പിയായി തീർന്നു. നന്ദി.